करो। പ്രിയപ്പെട്ടവരെ, സൗണ്ട് ബോക്സുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു ദുരനുഭവം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ പോലെ ആയിരക്കണക്കിന് കച്ചവടക്കാർ ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രയാസമാണ് ഞാൻ ഇവിടെ തുറന്നു പറയാൻ പോകുന്നത്. അതായത് ഈ സൗണ്ട് ബോക്സ് ഒരു മഹാൻ, അതായത് പേടിഎമ്മിന്റെ സ്ഥിരം എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ പേര് തന്നെ പറയാം, ആ മഹാന്റെ പേര് തന്നെ ഇവിടെ പറയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോവും ഞാൻ ഇതിന്റെ കൂടെ വെക്കുന്നതായിരിക്കും. അതായത് പേര് അരുൺ എന്നാണ്. അരുൺ എന്ന ആള് എന്നെ ബന്ധപ്പെടുകയും 2 സൗണ്ട് ബോക്സുകൾ 540 രൂപ നിങ്ങൾ ചെലവിടുകയാണെങ്കിൽ 2 സൗണ്ട് ബോക്സുകൾ നിങ്ങൾക്ക് തരാമെന്നും ഇതിന് ഒരു ഹിഡൻ ചാർജും, അതായത് സൗണ്ട് ബോക്സിന് എല്ലാ കമ്പനികളും ഈടാക്കുന്നത് പോലെ ഒരു ചാർജും ഈടാക്കില്ലെന്നും ഫ്രീ ആയിട്ടാണെന്നും ലൈഫ് ടൈം ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സൗണ്ട് ബോക്സ് വാങ്ങുന്നത്. എന്നാൽ പിന്നീടുള്ള മാസങ്ങളിൽ എനിക്ക് 270 രൂപയോളം ഈ സൗണ്ട് ബോക്സിന് ചാർജ് വരികയും അദ്ദേഹത്തെ നിരന്തരം കോൺടാക്ട് ചെയ്തു. ആദ്യത്തെ സമയത്തൊക്കെ അദ്ദേഹം ഫോൺ എടുക്കുകയുണ്ടായി, പിന്നീട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. പിന്നീട് വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചു, റീപ്ലൈ ഇല്ല. അങ്ങനെ ഇതിന്റെ തന്നെ മറ്റൊരു എക്സിക്യൂട്ടീവിനെ ഞാൻ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി അദ്ദേഹം എനിക്ക് അവിടെ ഏതോ ഒരു മാനേജർ നമ്പർ തന്നു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ആദ്യം ഈ അരുൺ എന്ന ആളെ പേരിൽ ഒരുപാട് കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ടെന്നും ഞാൻ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഫോൺ എടുക്കാത്ത അവസ്ഥ. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ ഈ സൗണ്ട് ബോക്സ്, ഒരു സൗണ്ട് ബോക്സിനാണ് ഇവർക്കൊക്കെ ടാർഗറ്റ് ആണ്. അതായത് ഓരോ സെയിൽസ് എക്സിക്യൂട്ടീവിനും ടാർഗറ്റ് ആണ്. അപ്പൊ നമ്മളെ പറ്റിക്കുകയാണ്, നമ്മളെ കബളിപ്പിച്ചുകൊണ്ട്, കച്ചവടക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ഇതേപോലുള്ള സൗണ്ട് ബോക്സുകൾ കടകളിൽ സ്ഥാപിക്കുകയും അതുവഴി അവർ വരുമാനം കണ്ടെത്തുകയാണ്. എന്താ പറയുക, നെറികേട് അല്ലെങ്കിൽ ഉളുപ്പില്ലായ്മയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറും അവരുടെ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി കച്ചവടക്കാരെ കബളിപ്പിക്കുക. എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പ്രായമായ കച്ചവടക്കാരുണ്ട്, ചെറുകിട കച്ചവടക്കാരുണ്ട്, അവരൊന്നും അറിയുന്നില്ല ഇതിന്റെ ഇടൻ ചാർജുകൾ എത്രയാണെന്ന്. എനിക്ക് ആ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അതായത് ബാങ്കുകളുടെ സൗണ്ട് ബോക്സുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അത്തരം സൗണ്ട് ബോക്സുകൾ വാങ്ങുക വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാങ്കുകളെ സമീപിക്കാനാകും. ഇതിന് കൃത്യമായൊരു കസ്റ്റമർ കെയറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. നമ്മൾ ഈ സൗണ്ട് ബോക്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുമ്പോൾ ഇതിനുള്ള അങ്ങനത്തെ ഒരു ഓപ്ഷനെ കാണുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഈ സൗണ്ട് ബോക്സ് മാറ്റി വെക്കാനുള്ള ഓപ്ഷനുകൾ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ അടുത്ത് ഇത് കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു. ബോക്സ് കംപ്ലൈന്റ് ആണ്, വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ അയാൾ വരികയും അയാൾ വന്നുകൊണ്ട് അയാൾ നമ്മളോട് പറയുകയാണ് ഈ സൗണ്ട് ബോക്സ് പുതിയൊരു സൗണ്ട് ബോക്സ് വെച്ച് എന്നല്ലാതെ അദ്ദേഹത്തിന് വേറൊന്നും ഇതിൽ കാര്യത്തിൽ ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമം നടത്തി. ഒരു കാര്യം ഉണ്ടായില്ല. ഇന്നും അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഒരു പക്ഷെ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിന്ന് കോൾ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഓഫീസ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പോവേണ്ടി വരും എന്നാണ് പറയുന്നത്. എനിക്ക് പ്രിയപ്പെട്ട കച്ചവടക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ഉള്ളത് ആ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സൗണ്ട് ബോക്സുകൾ ഉണ്ടോ എന്ന് നിങ്ങളെ അന്വേഷിക്കുക. എനിക്ക് പ്രിയപ്പെട്ട ബാങ്ക് അധികൃതരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലുള്ള സൗണ്ട് ബോക്സുകൾ അനുവദിക്കുകയായി ഇത്തരം കോർപ്പറേറ്റുകളുടെ, ഇത്തരം നെറികേട് ചെയ്യുന്ന കമ്പനികളുടെ കുത്തക നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ചാർജ് ഈടാക്കുന്നില്ല എന്നല്ല പറയുന്നത്. ഒരു ഉപഭോക്താക്കൾക്ക്, ജനങ്ങൾക്ക് സമീപിക്കാൻ പറ്റിയ അല്ലെങ്കിൽ സമീപിക്കാൻ ഉതകുന്ന രീതിയിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കെങ്കിലും അവർക്ക് വരാനുള്ള ഒരു അവസരമാണ് ഉണ്ടാവുന്നത്. അല്ലാത്ത പക്ഷം ഇതിന്റെ കസ്റ്റമർ കെയർ എവിടെയാണെന്നോ ഇതിന്റെ ഓഫീസ് എവിടെയാണെന്നോ അറിയാതെ ജനം വലയുകയാണ്. ഇതുപോലെയുള്ള നിരവധി കമ്പനികളുടെ സൗണ്ട് ബോക്സുകൾ ഉണ്ട്, ആരും തിരിച്ചറിയുന്നില്ല ഇതിന്റെ പിന്നിലെ ഇടൻ ചാർജുകൾ. അതേപോലെ സെയിൽസ് എക്സിക്യൂട്ടീവുകൾ അവരുടെ ലാഭത്തിന് വേണ്ടി ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത് നമുക്ക് 540 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ സൗണ്ട് ബോക്സ് പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് ലൈഫ് ടൈം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ്, ഇതിനൊരു ചാർജും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ 2 സൗണ്ട് ബോക്സുകൾ ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ എനിക്ക് പിന്നീട് അങ്ങോട്ടുണ്ടായ ചാർജ് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ചാർജുകൾ ഉണ്ടാവും. എനിക്ക് ഇത്തരം സെയിൽസ് എക്സിക്യൂട്ടീവിനോടും പറയാനുള്ളത് ഇതേ ഉള്ളൂ, നിങ്ങളുടെ ആരോഗ്യം കേടാക്കരുത്, അല്ലെങ്കിൽ ഇത്തരം നെറികേടിലൂടെ സമ്പാദിക്കുന്ന പണം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ കുടുംബത്തിനും അത് സഹായകമാകില്ല, ഉപകരിക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ.